സോ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഈ ഒരു ടോപ്പിക്സിനെ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പമ്പ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഫോർത്ത് മൊഡ്യൂളിലും പമ്പ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഈ ഒരു ടോപ്പിക്സ് എല്ലാം റിലേറ്റഡ് ടോപ്പിക്സ് എല്ലാം നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അറൌണ്ട് 5 സെക്ഷൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു സിലബസിനെ തിരിക്കാൻ വേണ്ടി സാധിക്കും. സോ ഒന്നാമത്തത് വരുന്ന അല്ലെങ്കിൽ 11th മൊഡ്യൂളിൽ വരുന്ന ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അറൌണ്ട് 4 to 5 മാർക്സിന്റെ വെയിറ്റേജ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ ലാസ്റ്റ് മൊഡ്യൂൾ 14th മൊഡ്യൂളിൽ നമുക്ക് കാണാൻ പറ്റുന്ന അറൌണ്ട് 4 to 5 മാർക്സിന് നമുക്ക് ഇത്തരത്തിലുള്ള റോട്ടോർ പമ്പ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, ടർബൈൻ പമ്പ് ഇതിനെ കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സബ്മർസിബിൾ പമ്പും അതേപോലെ തന്നെ ടർബൈൻ പമ്പും നമ്മൾ അധികമായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും അധികമായിട്ട് ഡിസ്കസ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് പമ്പ്സ് ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പമ്പ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. സോ അതും നമ്മുടെ കോഴ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പോർഷൻ വന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ലൊക്കേഷൻ ഓഫ് ദ തെർമോസ്റ്റാറ്റ് വാൾവ് ഇൻ കൂളിംഗ് സിസ്റ്റം ഈസ്. സോ തെർമോസ്റ്റാറ്റ് വാൾവ് എന്ന് പറയുന്നത് നമ്മുടെ കൂളിംഗ് സിസ്റ്റത്തിലെ ഒരു ഡിവൈസ് ആണ്. സോ ആ ഡിവൈസിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം എയർ കൂളിംഗ് സിസ്റ്റം ഉണ്ട്, വാട്ടർ കൂളിംഗ് സിസ്റ്റം ഉണ്ട്. ഇത് സിലബസിൽ ചോദിച്ചിട്ടില്ല, പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു പോർഷൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പമ്പ്സ് എല്ലാം ഇവിടെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലൂയിഡ് വാൾവ്സും പൈപ്പ് ഫിറ്റിംഗ്സും ഇതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. സോ നമ്മുടെ ഈ ഒന്നാമത്തെ ടോപ്പിക്കിലെ നമ്മുടെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇതിലും നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ സിലബസിൽ കുറഞ്ഞ വെയിറ്റേജ് ഉള്ളൂ, അല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉള്ളൂ എന്നതുകൊണ്ട് ആ പോർഷൻസ് ഒന്നും നമ്മൾ സ്കിപ്പ് ചെയ്യുന്നില്ല. സിലബസിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആ വീഡിയോസും ഡീറ്റെയിൽഡ് ആയിട്ട് അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി സാധിക്കും. ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വരാനിരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എക്സാമിന്റെ മെക്കാനിക്കൽ സിലബസിന്റെ അല്ലെങ്കിൽ മെക്കാനിക്കൽ പോർഷൻസിന്റെ ഒരു 75 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ്. സോ ബേസിക്കലി നമുക്കൊരു 45 ഡേയ്സ് നമുക്ക് തിയറി പഠിക്കാനും അതേപോലെ തന്നെ നമുക്കൊരു 30 ഡേയ്സ് റിവിഷൻ പ്ലാനുമാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളൊരു സിലബസിന്റെ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ, നമ്മളൊരു മാർക്കിന്റെ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ അറൌണ്ട് ടോട്ടൽ മെക്കാനിക്കൽ പോർഷൻസ് എന്ന് പറയുന്നത് അറൌണ്ട് 40 മാർക്സ് ആണ്. സോ അതിൽ 4 മൊഡ്യൂൾസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 11ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് പമ്പ്സ് ആൻഡ് ഫാസ്റ്റനേഴ്സ് ആണ്. 12ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് IC എഞ്ചിൻസിനെ കുറിച്ചാണ്. 13ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് പവർ ട്രാൻസ്മിഷൻ. 14ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് വാൾവ്സ് ആണ്. സോ ഈ ഒരു 13ാമത്തെ മൊഡ്യൂള് പവർ ട്രാൻസ്മിഷൻ മൊഡ്യൂളിൽ ഇലക്ട്രിക്കലിന്റെ ഒരു കുറച്ച് പോർഷൻ കൂടെ ഉണ്ട്. അതായത് AC മോട്ടോഴ്സ്, സ്റ്റാർട്ടേഴ്സ്, ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന 1-2 ടോപ്പിക്സ് ഉണ്ട്. സോ അത് നമ്മുടെ ഇലക്ട്രിക്കൽ സിലബസിൽ കവർ ചെയ്യും. എന്നിരുന്നാലും സിലബസ് നോക്കുമ്പോൾ നമുക്ക് അറൌണ്ട് 40 മാർക്സ് ഈ ഒരു മെക്കാനിക്കൽ പോർഷൻസിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണുന്നതും സിലബസിൽ വെയിറ്റേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അറൌണ്ട് 12 to 15 മാർക്സ് നമുക്ക് ഈ ഒരു പമ്പ്സും അതേപോലെ തന്നെ ഫ്ലൂയിഡ് വാൾവ്സും റിലേറ്റ് ചെയ്ത ടോപ്പിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ പമ്പ്സ് ആണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പമ്പ്സ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫോർത്ത് മൊഡ്യൂളിലും ചില പമ്പ്സിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് മൊഡ്യൂളിൽ ഫ്ലൂയിഡ് വാൾവ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ടോപ്പിക്കാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഏറ്റവും വെയിറ്റേജ് കൂടിയ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. മറ്റൊന്ന് IC എഞ്ചിൻസ് ആണ്. സോ അറൌണ്ട് 10 മാർക്സ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ അല്ലെങ്കിൽ 12th മൊഡ്യൂളിൽ നമുക്ക് കാണുന്നത് അറൌണ്ട് 10 മാർക്സിന് IC എഞ്ചിൻസിന്റെ പോർഷൻസ് ആണ്. മറ്റൊന്ന് പവർ ട്രാൻസ്മിഷൻ ആണ്. നമ്മുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബെൽറ്റ്, പുള്ളീസ്, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പവർ ട്രാൻസ്മിഷനിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. മറ്റൊന്ന് ന്യൂമാറ്റിക്സ് ആണ്. പലപ്പോഴും വളരെ ചെറിയ ടോപ്പിക്കാന്ന് വിചാരിച്ച് ആളുകൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ന്യൂമാറ്റിക്സ് എന്നുള്ളത്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ അറൌണ്ട് 5 to 6 മാർക്സ് ഈ ന്യൂമാറ്റിക്സ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് ഡയറക്ഷൻ കൺട്രോൾ വാൾവ്സ്, നോൺ റിട്ടേൺ വാൾവ്, പ്രഷർ റിലീഫ് വാൾവ്, ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ പലപ്പോഴും ആളുകൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു പോർഷനാണ്. പക്ഷേ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ന്യൂമാറ്റിക്സ് എന്നുള്ളത്. മറ്റൊന്ന് മിസലേനിയസ് ടോപ്പിക്സ് ആണ്. സോ ഫസ്റ്റ് മൊഡ്യൂൾ ഫാസ്റ്റനേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെറ്റ്, ബോൾട്ട്, അതേപോലെ തന്നെ ലോക്ക് നട്ട്, വാഷേഴ്സ്, അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ്കറ്റ്സിനെ കുറിച്ച്, അതേപോലെ തന്നെ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റോട്ടോർ ബാലൻസിനെ കുറിച്ച്, മെയിൻ്റനൻസിനെ കുറിച്ച്. സോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ് നമ്മുടെ മിസലേനിയസ് എന്ന് പറയുന്നത്. ടോപ്പിക്സ് വൈഡ് ആണ്, പക്ഷേ അതിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ചോദിച്ച് കണ്ടിട്ടുള്ളൂ. സോ അതാണ് അറൌണ്ട് 4 to 6 മാർക്ക് നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ടോട്ടൽ അറൌണ്ട് 35 to 42 മാർക്സ് നമുക്ക് ഈസിലി ഈ ഒരു സിലബസ് കവർ ചെയ്യുന്നതിലൂടെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. സോ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഈ ഒരു ടോപ്പിക്സിനെ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ പമ്പ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഫോർത്ത് മൊഡ്യൂളിലും പമ്പ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഈ ഒരു ടോപ്പിക്സ് എല്ലാം റിലേറ്റഡ് ടോപ്പിക്സ് എല്ലാം നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അറൌണ്ട് 5 സെക്ഷൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു സിലബസിനെ തിരിക്കാൻ വേണ്ടി സാധിക്കും. സോ ഒന്നാമത്തത് പമ്പ്സ് ആൻഡ് ഫ്ലൂയിഡ് വാൾവ്സ് ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് മൊഡ്യൂളിലുള്ള കുറച്ച് ടോപ്പിക്സും ലാസ്റ്റ് മൊഡ്യൂളിലെ കുറച്ച് ടോപ്പിക്സും അവിടെ തന്നെയുള്ള ഫ്ലൂയിഡ് വാൾവ്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻ എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ പ്രൈമറി ഫോക്കസ്
സെക്ഷൻ എന്ന് പറയുന്നത് പമ്പ്സ് ആൻഡ് ഫ്ലൂയിഡ് വാൾവ്സ് ആണ്. മറ്റൊന്ന് IC എഞ്ചിൻസ് ആണ്. സോ സെക്കൻഡ് മൊഡ്യൂൾ എക്സ്ക്ലൂസീവ്ലി അറൌണ്ട് 90% IC എഞ്ചിൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആ ഒരു ടോപ്പിക്കാണ് നമ്മുടെ സെക്കൻഡ് പ്രയോറിറ്റി. തേർഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത് പവർ ട്രാൻസ്മിഷൻ ആണ്. സോ ആ ഒരു മൊഡ്യൂളിലെ ഇലക്ട്രിക്കൽ പോർഷൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലുള്ളത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പുള്ളീസ്, അതേപോലെ തന്നെ ബെൽറ്റ്, സോ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ ആണ്. സോ അതാണ് നമ്മുടെ തേർഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. നാലാമത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ന്യൂമാറ്റിക്സ് ആണ്. വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. ജസ്റ്റ് തിയറിയിലൂടെ പോയാൽ മാത്രം തന്നെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ ആളുകൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. സോ ന്യൂമാറ്റിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് ആണ്. ബേസിക്കലി നമ്മുടെ എയർ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന എയർ കംപ്രസേഴ്സ്, ഫിൽറ്റേഴ്സ്, റെഗുലേറ്റേഴ്സ്, ലൂബ്രിക്കേറ്റേഴ്സ്, ആ ഒരു സെറ്റ് ഓഫ് ടോപ്പിക്സ് ആണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിസലേനിയസ് ടോപ്പിക്സ്, ഒരു വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്നിരുന്നാലും നമ്മൾ ആ സിലബസ് ക്ലിയർ ആയിട്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഈസി 4 to 5 മാർക്സ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും. സോ ദിസ് ഇസ് ദ ഓർഡർ യു ഹാവ് ടു ഫോക്കസ് ഓൺ. സോ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാന്റെ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ കൂടുതലായിട്ട് പഠിക്കുകയും റിവിഷനും ചെയ്യേണ്ടത് പമ്പ്സ് ആണ്. ദെൻ മിസലേനിയസ്, ഷീറ്റ് മെറ്റൽ, അതേപോലെ തന്നെ ഫാസ്റ്റ്നസ്, ഇതിലെല്ലാം നിങ്ങൾക്ക് ജസ്റ്റ് ഈവൻ ക്വസ്റ്റ്യൻസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് മാർക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. സോ ഇതായിരിക്കണം നിങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത്. സോ സിമ്പിൾ ടു കോംപ്ലക്സ്. സോ പമ്പ്, ഫ്ലൂയിഡ് വാൾവ്സ്, ഇതെല്ലാം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ടോപ്പിക്സ് ആണ്. IC എഞ്ചിൻസ്. സോ പവർ ട്രാൻസ്മിഷനിലോട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ന്യൂമാറ്റിക്സിലോട്ട് വരുന്ന സമയത്ത് 4/2 വാൾവ്, 5/3 വാൾവ്, 5/2 വാൾവ്, ഇതെല്ലാം നമുക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. എന്നിരുന്നാലും കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ലാസ്റ്റിലോട്ട് വരുന്നതെല്ലാം. സോ നമ്മൾ ആദ്യം ഈ ഒരു ഈസി ആയിട്ടുള്ള ടോപ്പിക്സിന് തുടങ്ങി, പിന്നെ നമ്മുടെ മിസലേനിയസിലോട്ട് എത്തുന്ന സമയത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിലോട്ട് നമ്മൾ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയ ടോപ്പിക്കിലോട്ട് വരുന്ന സമയത്ത് നമുക്കത് ഈസി ആയിട്ട് കവർ ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഈസി ആയിട്ട് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. സോ നമ്മൾ ഒന്നാമത്തെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പമ്പ്സ് ആൻഡ് ഫ്ലൂയിഡ് വാൾവ്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. അറൌണ്ട് 12 to 15 മാർക്സ് നമുക്ക് അതിൽ നിന്ന് ക്യാരി ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ കമ്പാരിറ്റീവ്ലി ഈസിയർ ആൻഡ് ഹയർ വെയിറ്റേജ് സെക്ഷൻ. സോ ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. സോ ഇതൊരു ഓപ്പറേറ്റർ, വാട്ടർ അതോറിറ്റി ആണ്, ഇതൊരു ഓപ്പറേറ്റർ എക്സാം ആണ്, ബേസിക്കലി പമ്പ് ഓപ്പറേറ്റർ ആണ്. സോ ഇവിടെ നിങ്ങളുടെ ഈ ഒരു പമ്പ് എന്ന് പറയുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൽ ബേസിക്കലി ഈ ഒരു സിലബസിൽ നമുക്ക് വരുന്നത് പമ്പ് ബേസിക്സ് ആണ്. സോ ബേസിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു മെക്കാനിക്കൽ എനർജിനെ ഹൈഡ്രോളിക് എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? പമ്പാണ്. സോ അതാണ് ഒരു ബേസിക് എന്ന് പറയുന്നത്. അവിടെ നിന്ന് തുടങ്ങി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, ഗിയർ പമ്പ്, അതേപോലെ തന്നെ റോട്ടറി പമ്പ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, ടർബൈൻ പമ്പ്. സോ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പമ്പ്സ്, അതിന്റെ ഡിഫറൻസസ്, അതിന്റെ യൂസേജ്, സോ ഇതൊക്കെയാണ് ഈ ഒരു പോർഷൻസിൽ അധികമായിട്ടും വരുന്നത്. ദെൻ പ്രൈമിംഗ് ഓഫ് ദെൻ പമ്പിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ്, സീരീസ് കണക്ഷന്, പാരലൽ കണക്ഷന്, ഹൈ ഹെഡ്, അതേപോലെ തന്നെ ഹൈ ഫ്ലോ റേറ്റ്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രൈമിംഗ് ഓഫ് പമ്പ്, ഇതെല്ലാം വരുന്ന ഒരു പോർഷനാണിത്. സോ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന അല്ലെങ്കിൽ 11th മൊഡ്യൂളിൽ വരുന്ന ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് അറൌണ്ട് 4 to 5 മാർക്സിന്റെ വെയിറ്റേജ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ ലാസ്റ്റ് മൊഡ്യൂൾ 14th മൊഡ്യൂളിൽ നമുക്ക് കാണാൻ പറ്റുന്ന അറൌണ്ട് 4 to 5 മാർക്സിന് നമുക്ക് ഇത്തരത്തിലുള്ള റോട്ടോർ പമ്പ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, ടർബൈൻ പമ്പ്, ഇതിനെ കുറിച്ചെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സബ്മേഴ്സിബിൾ പമ്പും അതേപോലെ തന്നെ ടർബൈൻ പമ്പും നമ്മൾ അധികമായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും അധികമായിട്ട് ഡിസ്കസ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് പമ്പ്സ് ആണ്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പമ്പ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. സോ അതും നമ്മുടെ സിലബസിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോഴ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. സോ മറ്റൊരു ടോപ്പിക് എന്നുള്ളത് പൈപ്പ് ഫിറ്റിംഗ്സ് ആണ്. സോ നമ്മുടെ റെഡ്യൂസർ, എൽബോ, യൂണിയൻ കണക്ടേഴ്സ്, സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൈപ്പ് ഫിറ്റിംഗ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് 1 മാർക്ക് 2 മാർക്കിനൊക്കെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. സോ ആ ഒരു പോർഷനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സിലബസിൽ കവർ ചെയ്യുന്നുണ്ട്. മറ്റൊരു ടോപ്പിക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലൂയിഡ് വാൾവ്സ് ആണ് 1 to 2 മാർക്സിന്. സോ നമുക്ക് ഓൺ ഓഫ് വാൾവ്സ് ഉണ്ട്. അതായത് നമുക്ക് ഒന്നെങ്കിൽ ഫ്ലോ കംപ്ലീറ്റ്ലി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഷട്ട് ഓഫ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഫ്ലോ കൺട്രോൾ വാൾവ്സ് ഉണ്ട്. നമുക്ക് ഗ്രാജുവലി 0 to ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പൺ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റും. സോ ഗ്ലോബ് വാൾവ്, ബട്ടർഫ്ലൈ വാൾവ്, സോ അത്തരത്തിലുള്ള വാൾവ്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആണ് ഫ്ലൂയിഡ് വാൾവ്സ് എന്ന് പറയുന്നത്. സോ അതിൽ നിന്നും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മിക്കവാറും 1 or 2 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 1 or 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ ഇതാണ് നമ്മുടെ ഒരു പമ്പ്സ് ആൻഡ് ഫ്ലൂയിഡ് വാൾവ്സിൽ പ്രധാനമായിട്ടും വരുന്നത്. സോ ഓരോ പമ്പിന്റെയും ഒന്നെങ്കിൽ അതിന്റെ യൂസ്, അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ആ പമ്പിന്റെ പാർട്സ്, ഇതായിരിക്കും നമ്മുടെ ബേസിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് പാർട്ട് ഇൻ ദ ഇന്റേണൽ ഗിയർ പമ്പ് ആക്ട് ആസ് എ സീൽ. സോ ഗിയർ പമ്പ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് പമ്പാണ്. സോ അതിന്റെ ഡിഫറെന്റ് പാർട്സ് നമുക്ക് പഠിക്കാനുണ്ട്. സോ അതിൽ ചോദിച്ചിരിക്കുന്നത് സീലായിട്ട് ആക്ട് ചെയ്യുന്ന പാർട്ട് ഏതാണെന്നുള്ളതാണ്. സോ ഇതൊരു ഇന്റേണൽ ഗിയർ പമ്പിന്റെ വർക്കിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇവിടെ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഗിയേഴ്സ്, ഗാസ്കറ്റ്, സീലിംഗ് റിംഗ്, ക്രസന്റ് ഷേപ്ഡ് സ്പേസർ. സോ ഒരു
പമ്പ് ആക്ടേഴ്സ് സീൽ എന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് ആൻസർ ചെയ്യുന്നതായിരിക്കും ഒന്നെങ്കിൽ സീലിംഗ് റിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്യാസ്കറ്റ് ആയിരിക്കും. സോ നമ്മുടെ ഒരു ലാമൻ പെർസ്പെക്റ്റീവില് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന്റെ മനസ്സിലെപ്പോഴും അതായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്ത് ക്രസന്റ് ഷേപ്ഡ് സ്പേസർ ആണ് എന്ത് ഇന്റേണൽ ഗിയർ പമ്പിലെ സീലായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഇതാണ് ഒരു ചന്ദ്രക്കല പോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു പോർഷനാണ് അതിന്റെ ക്രസന്റ് ഷേപ്ഡ് സ്പേസർ എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഒന്നെങ്കിൽ ഒരു പമ്പിന്റെ യൂസ് ആയിരിക്കും, ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അതിന് ഏത് പമ്പാണ്, സബ്മർസിബിൾ പമ്പാണോ, ഇത്തരത്തിലുള്ള ഗിയർ പമ്പാണോ അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പാണോ യൂസ് ചെയ്യണത്, അതല്ലെങ്കിൽ ഇത്തരത്തിലൊരു പമ്പ് കൊടുത്തിട്ട് ആ പമ്പിന്റെ പാട്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. സോ ഇതിൽ ഗിയേഴ്സ് ഉണ്ട്, നിങ്ങൾ കാണാൻ വേണ്ടി ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന ഗിയർ കാണാൻ വേണ്ടി സാധിക്കും. ഗ്യാസ്കറ്റും സീലിംഗ് റിംഗും ക്രസന്റ് ഷേപ്ഡ് സ്പേസറും ഇതിന്റെ പാർട്സ് ആണ്. സോ ഇതിലൊരു പെർട്ടിക്കുലർ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാർട്ട് അല്ലെങ്കിൽ ആ ഒരു പാർട്ടിന്റെ ഫംഗ്ഷൻ എന്താണ് എന്ന് ഇവിടെ ചോദിച്ച് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിലെ ഡിഫറെന്റ് പാർട്സിന്റെ നെയിംസ് ആയിരിക്കും ചിലപ്പം ചോദിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. സോ രണ്ടാമത്തെ ഒരു സെക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ അല്ലെങ്കിൽ 12th മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ IC എഞ്ചിൻസ് ആണ്. അറൌണ്ട് 10 മാർക്സ് നമുക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക്സ് ആൻഡ് ടെർമിനോളജീസ്. സോ ഒരു IC എഞ്ചിൻസിന്റെ ബേസിക് പാർട്സ്, അതായത് IC എഞ്ചിന്റെ എഞ്ചിൻ ബ്ലോക്ക്, എഞ്ചിൻ ഹെഡ്, പിസ്റ്റൺ, സിലിണ്ടർ എന്താണ്, അല്ലെങ്കിൽ സ്ട്രോക്ക് എന്താണ്, ബോർ എന്താണ്, TDC, BDC. സോ ഇത്തരത്തിലുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻ ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഈ ഓരോ പാർട്ടും പിസ്റ്റൺ റിംഗ്, നമുക്ക് കംപ്രഷൻ റിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഓയിൽ റിംഗ് ഉണ്ട്, ഇതെന്തിനാണ് യൂസ് ചെയ്യണത്, വാൾവ്സ് ഉണ്ട്, വാൾവ് സ്പ്രിംഗ് ഉണ്ട്, ക്യാം ഉണ്ട്, ക്യാം ഷാഫ്റ്റ് ഉണ്ട്. സോ ഇത്തരത്തിൽ ഒരുപാട് കമ്പോണൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ ബേസിക് ആൻഡ് ടെർമിനോളജീസ് എന്ന് പറയുന്നത്. എല്ലാം ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്, പക്ഷേ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുമ്പം 4 ഓപ്ഷൻസ് തന്നാൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, കൺഫ്യൂഷൻ ആയി പോകും. സോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. മറ്റൊന്ന് CA വേഴ്സസ് SI എഞ്ചിൻ, കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിനും SI എഞ്ചിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, അതിന്റെ കംപ്രഷൻ റേഷ്യോയിലെ വേരിയേഷൻ എന്താണ്, അത് എവിടെയാണ് ആപ്ലിക്കേഷൻ എന്നുള്ളതിനെ കുറിച്ചുള്ള ഡിസ്കഷൻ. 2 സ്ട്രോക്ക് വേഴ്സസ് 4 സ്ട്രോക്ക് എഞ്ചിൻ, നമ്മൾ സ്മോൾ എഞ്ചിൻസിന് അല്ലെങ്കിൽ ചെറിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് 2 സ്ട്രോക്ക് എഞ്ചിൻ. ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ കുറവായിരിക്കും. നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് 4 സ്ട്രോക്ക് എഞ്ചിനാണ്. ഈ സ്ട്രോക്ക് എന്താണ്, അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഈ 4 സ്ട്രോക്ക് എഞ്ചിനിൽ നമ്മുടെ ക്രാങ്ക് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര പ്രാവശ്യം റവല്യൂഷൻ ചെയ്യുന്നു, ഈ 2 സ്ട്രോക്ക് എഞ്ചിനിൽ എത്ര പ്രാവശ്യമാണ്, സോ അല്ലെങ്കിൽ എത്ര പവർ സ്ട്രോക്ക് ഉണ്ട്. സോ ഇത്തരത്തിലുള്ള ഡിസ്കഷനാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. നമുക്ക് വലിയ കാൽക്കുലേഷൻസോ ഡെറിവേഷൻസോ ഒന്നുമില്ല, ജസ്റ്റ് തിയറീസ് മാത്രം. നമ്മൾ ക്ലാസ്സുകൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ലൂബ്രിക്കേഷൻ സിസ്റ്റം ആണ്. മറ്റൊന്ന് കൂളിംഗ് സിസ്റ്റം, ഫ്യൂവൽ സിസ്റ്റം. സോ നിങ്ങൾ സിലബസ് നോക്കുകയാണെങ്കിൽ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക് നിങ്ങൾക്ക് സിലബസിൽ കാണാൻ വേണ്ടി സാധിക്കില്ല. ഓയിൽ കൂളേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒരു മെൻഷനിങ് അവിടെ നടത്തുന്നതല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് ഒരു കൂളിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് സിലബസ് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ കൂളിംഗ് സിസ്റ്റത്തെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഒരു സ്റ്റേറ്റ്മെന്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പലപ്പോഴും ഈ ഒരു 3 ടോപ്പിക്കിൽ നിന്നും കണ്ടുവരാറുള്ളത്. മറ്റൊന്ന് ആ ഒരു സിലബസിന്റെ ഏറ്റവും അവസാനത്തെ ഒരു 5 to 10% എന്ന് പറയുന്നത് ഒരു മിസലേനിയസ് ടോപ്പിക്കാണ്. നമ്മുടെ മെയിൻ്റനൻസ്, പ്രിവെന്റീവ് മെയിൻ്റനൻസ്, ഷെഡ്യൂൾഡ് മെയിൻ്റനൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. അതേപോലെ തന്നെ ബാലൻസിങ് ഓഫ് റോട്ടോർ, നമ്മളൊരു പമ്പും അതേപോലെ തന്നെ ഒരു മോട്ടോറും നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ബാലൻസിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതേപോലെ തന്നെ സ്പെയർസ് ആൻഡ് സ്റ്റോഴ്സും അത്തരത്തിലുള്ള മാനേജ്മെന്റ് ചെറിയൊരു ടോപ്പിക്സും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് മുമ്പ് ഈ ഒരു പോർഷൻസ് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ തീരെ ചോദിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് ഈ ഒരു മെയിൻ്റനൻസും അതേപോലെ തന്നെ ബാലൻസിങ് ഓഫ് റോട്ടോറും സ്പെയർസ് ആൻഡ് സ്റ്റോഴ്സ് എന്നുള്ളത്. പക്ഷേ പ്രധാനമായിട്ടും ഈ ഒരു 6 ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 10 മാർക്സ് അല്ലെങ്കിൽ ഒരു 9 മാർക്സ് നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഈ ഒരു പോർഷനിൽ വന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ലൊക്കേഷൻ ഓഫ് ദ തെർമോസ്റ്റാറ്റ് വാൾവ് ഇൻ കൂളിംഗ് സിസ്റ്റം ഈസ്. സോ തെർമോസ്റ്റാറ്റ് വാൾവ് എന്ന് പറയുന്നത് നമ്മുടെ കൂളിംഗ് സിസ്റ്റത്തിലെ ഒരു ഡിവൈസ് ആണ്. സോ ആ ഡിവൈസിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം എയർ കൂളിംഗ് സിസ്റ്റം ഉണ്ട്, വാട്ടർ കൂളിംഗ് സിസ്റ്റം ഉണ്ട്. ഇത് സിലബസിൽ ചോദിച്ചിട്ടില്ല, പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു പോർഷനിൽ ക്വസ്റ്റ്യന് വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഒരു കൂളിംഗ് സിസ്റ്റം നോക്കുമ്പോൾ നമുക്ക് വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിൽ നമുക്ക് റേഡിയേറ്റേഴ്സ് ഉണ്ട്, പമ്പ് ഉണ്ട്, ഫാൻ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ആക്സസറീസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ അതിലൊരു നമ്മുടെ പ്രഷറൈസ്ഡ് കൂളിംഗ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിലെ ഒരു ഡിവൈസ് ആണ് തെർമോസ്റ്റാറ്റ് വാൾവ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഡിഫറെന്റ് പാർട്സിന്റെ അല്ലെങ്കിൽ പമ്പിന്റെ ഫംഗ്ഷൻ എന്താണ്, ഫാനിന്റെ ഫംഗ്ഷൻ എന്താണ്, അതേപോലെ തന്നെ റേഡിയേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്, തെർമോസ്റ്റാറ്റിന്റെ വാൾവിന്റെ ഫംഗ്ഷൻ എന്താണ്. സോ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കിതിന് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു അറ്റ് എഞ്ചിൻ ഇൻലെറ്റ് ഫ്രം റേഡിയേറ്റർ. സോ റേഡിയേറ്ററിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ ഈ ഒരു റേഡിയേറ്ററിൽ നിന്ന് വരുന്ന പോർഷന്റെ
എൻട്രൻസിലാണ് അല്ലെങ്കിൽ എഞ്ചിനോട്ട് പോകുന്നിടത്താണ് തെർമോസ്റ്റാറ്റ് വാൾവ്. രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ട് എഞ്ചിൻ ഔട്ട് ടു ദ റേഡിയേറ്റർ, എഞ്ചിന് പുറത്ത് വരുന്ന ഫ്ലൂയിഡിന്റെയും റേഡിയേറ്ററിലോട്ട് പോകുന്നതിന്റെയും ഇടയിലാണ് നമ്മുടെ തെർമോസ്റ്റാറ്റ് വാൾവ് എന്നുള്ളതാണ് ഓപ്ഷൻ. ബിറ്റ്വീൻ റേഡിയേറ്റർ ആൻഡ് വാട്ടർ പമ്പ്, സോ ഇവിടെ ഒരു വാട്ടർ പമ്പ് ഉണ്ട്, ഇവിടെ റേഡിയേറ്റർ ഉണ്ട്, സോ ഈ ഒരു ഭാഗത്താണോ എന്നുള്ളത്. മറ്റൊന്ന് ബിറ്റ്വീൻ വാട്ടർ പമ്പ് ആൻഡ് എഞ്ചിൻ, സോ ഇതാണ് നമ്മുടെ വാട്ടർ പമ്പ്, ഇതാണ് നമ്മുടെ എഞ്ചിൻ, സോ അതിനിടയിലാണോ എന്നുള്ളത്. സോ ഈ ഒരു ഓപ്ഷൻ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. പക്ഷേ ഈ തെർമോസ്റ്റാറ്റ് വാൾവിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ഏത് ലൊക്കേഷൻ ആണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. സോ ബേസിക്കലി നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് അറ്റ് എഞ്ചിൻ ഔട്ട് ടു റേഡിയേറ്റർ. സോ ഇതാണ് നമ്മുടെ എഞ്ചിൻ. സോ റേഡിയേറ്റർ, ഈ ഒരു എഞ്ചിന്റെ പുറത്ത് വരുന്ന നമ്മുടെ കൂളന്റിനെ അല്ലെങ്കിൽ ഹോട്ട് ലിക്വിഡിനെ നമ്മൾ റേഡിയേറ്ററിലോട്ടാണ് പാസ് ചെയ്യുന്നത്. സോ ഇതിനിടയിലാണ് നമ്മൾ തെർമോസ്റ്റാറ്റ് വാൾവിനെ ലൊക്കേറ്റ് ചെയ്യുക. കാരണം തെർമോസ്റ്റാറ്റ് വാൾവ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു എഞ്ചിന്റെ പുറത്തോട്ട് വരുന്ന എഞ്ചിൻ കൂളന്റിനെ അതിന്റെ ടെമ്പറേച്ചർ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മുകളിലാണെങ്കിൽ അതിനെ നമ്മൾ റേഡിയേറ്ററിലോട്ട് കടത്തിവിടും. ആ ടെമ്പറേച്ചർ താഴെയാണെങ്കിൽ നമ്മളിപ്പോൾ 90 ഡിഗ്രിയാണ് സെറ്റ് ചെയ്യണമെങ്കിൽ 80 ഡിഗ്രി ഒക്കെ ടെമ്പറേച്ചർ ഉള്ളൂ എങ്കിൽ ആ നമ്മുടെ എഞ്ചിന്റെ പുറത്തുനിന്ന് വരുന്ന കൂളന്റിനെ തിരിച്ച് എഞ്ചിനകത്തോട്ട് തന്നെ ബൈപ്പാസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. സോ ആ ഫംഗ്ഷൻ അറിഞ്ഞിരുന്നാൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് അറ്റ് ദ എഞ്ചിൻ ഔട്ട്ലെറ്റ് ടു ദ റേഡിയേറ്റർ. സോ റേഡിയേറ്ററിന്റെയും എഞ്ചിൻ ഔട്ട്ലെറ്റിന്റെയും ഇടയിലാണ് തെർമോസ്റ്റാറ്റ് വാൾവിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു ബേസിക് എഞ്ചിൻ കൂളിംഗ് സിസ്റ്റത്തിന്റെ വർക്കിംഗ് എങ്ങനെയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു സൈക്കിൾ എങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകണം. സോ മറ്റൊന്ന് സെക്ഷൻ 3 എന്ന് പറയുന്നത് പവർ ട്രാൻസ്മിഷൻ ആണ്. ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ബെൽറ്റ്സ് ആൻഡ് പുള്ളീസ് ആണ്. സോ വി ബെൽറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്കൊരു ലോങ് ഡിസ്റ്റൻസിലോട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബെൽറ്റും അതേപോലെ തന്നെ ഷോർട്ട് ഡിസ്റ്റൻസിൽ യൂസ് ചെയ്യുന്ന ബെൽറ്റും ഡിഫറെൻ്റ് ആണ്. ഫ്ലാറ്റ് ബെൽറ്റ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക, സോ അത്തരത്തിലുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പുള്ളി അല്ലെങ്കിൽ ബെൽറ്റ് അതിൻ്റെ അസംബ്ലി അതിൻ്റെ ഡിസസംബ്ലി, അതേപോലെ തന്നെ മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രഷർ മെഷർമെന്റും ടെമ്പറേച്ചർ മെഷർമെന്റ് ആണ്. സോ ബേസിക് നമ്മുടെ പാസ്കൽസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ ടെമ്പറേച്ചർ മെഷർമെന്റ്, 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആയിട്ട്, സോ അത്തരത്തിലുള്ള ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ് ഈ ഒരു രണ്ട് ടോപ്പിക് എന്ന് പറയുന്നത്. അറൌണ്ട് 2 മാർക്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ ഈ ഒരു ഭാഗത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഈ ബെൽസ് ആൻഡ് പുള്ളീസ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് ആണ്. അറൌണ്ട് 2 to 3 മാർക്സ് കവറേജ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. സോ ആ ഒരു മൊഡ്യൂളിൽ തന്നെ നമുക്ക് 13th മൊഡ്യൂളിൽ കാണാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് AC മോട്ടോഴ്സ്, സ്റ്റാർട്ടേഴ്സ്, സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്നുള്ളത്. സോ മെക്കാനിക്കൽ ടോപ്പിക്സ് അല്ല, പക്ഷെ അത് ഇലക്ട്രിക്കൽ സിലബസിന്റെ കൂടെ അത് കവർ ചെയ്ത് പോകുന്നതാണ്. ഇവിടെ നമ്മൾ ഈ ഒരു സിലബസിൽ നമ്മൾ കംപ്ലീറ്റ്ലി മെക്കാനിക്കൽ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. സോ അറൌണ്ട് 2 to 3 മാർക്സ് എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. മെക്കാനിക്കൽ പോർഷൻസ് ആണെങ്കിൽ പോലും അതിൽ സിലബസിൽ കൊടുത്തത് കൊണ്ട് തന്നെ അവർ എല്ലാ വർഷവും ഒരു 2 to 3 മാർക്സിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അതും നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്യേണ്ടതാണ്. സോ മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്രൗണിംഗ് ഓഫ് പുള്ളി ആർ ഡൺ ഫോർ. സോ ഇതിന്റെ ഓപ്ഷൻ നിങ്ങൾ നോക്കുമ്പോൾ ബെറ്റർ ബെൽറ്റ് ലൈഫ്, ലെസ് ബെൽറ്റ് സ്ലിപ്സ്, ലെസർ ചാൻസ് ഓഫ് ബെൽറ്റ് റണ്ണിംഗ് ഓഫ് നൺ ഓഫ് ദിസ്. സോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയാത്ത ഒരാൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കേണ്ട ലെസ് ബെൽറ്റ് സ്ലിപ്സ്. സോ ഒരു പുള്ളിയുടെ മുകളിൽ നിന്ന് ഒരു ബെൽറ്റ് തെന്നി പോകുന്നതിന് നമ്മൾ എന്താ പറയുക, സ്ലിപ്പ് എന്നായിരിക്കും ഒരു കോമൺ മാൻ പറയുക. പക്ഷേ ഈ ഒരു പുള്ളി ബെൽറ്റ് സിസ്റ്റം അറേഞ്ച്മെന്റിൽ ഈ സ്ലിപ്പ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ റണ്ണിങ് ഓഫ് എന്ന് പറയുന്നതും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ലെസർ ചാൻസ് ഓഫ് ബെൽറ്റ് റണ്ണിങ് ഓഫ്. സോ ക്രൗണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും, നമ്മുടെ ബെൽറ്റ് ഉണ്ട്, ആ ബെൽറ്റ് റൺ ചെയ്യുന്നത് ഒരു പുള്ളിയുടെ മുകളിലാണ്. ആ പുള്ളിയുടെ സർഫസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് സർഫസ് അല്ല, അതൊരു ഒരു കോൺവെക്സ് സർഫസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. സോ ആ ഒരു ഷേപ്പ് കൊടുക്കുന്നതിനാണ് നമ്മൾ ക്രൗണിംഗ് എന്ന് പറയുന്നത്. സോ അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനൊരു പർപ്പസ് ഉണ്ട്. സോ ആ പർപ്പസ് ആണ് എന്ത്, ലെസർ ചാൻസ് ഓഫ് ബെൽറ്റ് റണ്ണിംഗ് ഓഫ്. നമ്മുടെ പുള്ളി റൺ ചെയ്യുന്ന സമയത്ത് ഈ ബെൽറ്റ് എന്ത് ചെയ്യില്ല, ആ നമ്മുടെ പുള്ളിയുടെ മുകളിൽ നിന്ന് തെന്നി പോവില്ല. സോ അതിന് നമ്മൾ റണ്ണിംഗ് ഓഫ് എന്നാണ് പറയുക. പക്ഷെ സ്ലിപ്പ് എന്ന് പറയുന്നത് ബെൽറ്റിന്റെ കേസിൽ വേറൊരു ഡിഫറെന്റ് കാര്യമാണ്. സോ അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കോഴ്സിൽ നമ്മുടെ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇതും നമുക്ക് ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ ജസ്റ്റ് 1-2 വീഡിയോ കണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ തിയറി പഠിക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം എന്ന് പറയുന്നത്. സോ മറ്റൊരു ടോപ്പിക് നമ്മുടെ 4ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ന്യൂമാറ്റിക്സ് ആണ്. അറൌണ്ട് 5 to 6 മാർക്സ് ഇതിലും ചോദിച്ചിട്ടുണ്ട്. സോ പലപ്പോഴും ഇപ്പൊ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളാണെങ്കിൽ പോലും ഇത്രയും സിലബസ് ഇപ്പൊ പമ്പ്സ്, IC എഞ്ചിൻസും മറ്റുമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ന്യൂമാറ്റിക്സ് എന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. സോ നമ്മൾ ഈസിലി സ്കിപ്പ് ചെയ്യും. പക്ഷേ ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് അറൌണ്ട് 5 to 6 മാർക്സ് നമുക്ക് ഈ ഒരു പോർഷൻസ് അവൈലബിൾ ആണ്. സോ അത് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടി സാധിക്കും. സോ
ഇതിൽ ബേസിക്കലി വരുന്നത് FRL യൂണിറ്റ് ആണ്. കേൾക്കുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നും. F എന്ന് പറഞ്ഞാൽ ഫിൽട്ടർ ആണ്, R എന്ന് പറഞ്ഞാൽ റെഗുലേറ്റർ ആണ്, L എന്ന് പറഞ്ഞാൽ ലൂബ്രിക്കേറ്റർ ആണ്. സോ നമ്മളൊരു കംപ്രസറിന് വരുന്ന എയറിനെ അതിലെന്തെങ്കിലും കണ്ടാമിനൻസ് ഉണ്ടെങ്കിൽ അതിന് ഫിൽട്ടർ ചെയ്യണം. നമുക്കൊരു പ്രഷർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. ലൂബ്രിക്കേറ്റർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എയറിനെ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് വരിക. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡിസ്കഷൻസ്, എയർ കംപ്രസേഴ്സ്, സോ സിംഗിൾ സിലിണ്ടർ കംപ്രസർ, മൾട്ടി സിലിണ്ടർ കംപ്രസർ ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്സ്. സോ ഡയറക്ഷണൽ കൺട്രോൾ വാൾവ്സ്, സോ 2x2, 3x2, 4x2, 4x3 ഇതുവരെ സിലബസിലുള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുണ്ട്, 5x2 വാൾവ്സിനെ കുറിച്ചും അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അറൌണ്ട് 2 മാർക്സ് നമുക്ക് ഈ ഒരു വാൾവ്സുമായിട്ട് ബന്ധപ്പെട്ട്, ഡയറക്ഷണൽ കൺട്രോൾ വാൾവ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കംപ്രസർ FRL യൂണിറ്റുമായിട്ട് അറൌണ്ട് 2 to 3 മാർക്സ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മറ്റൊന്ന് നോൺ റിട്ടേൺ വാൾവ്, പ്രഷർ റിലീഫ് വാൾവ്, ഫ്ലോ കൺട്രോൾ വാൾവ്സ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സൈഡിലോട്ട് മാത്രം ഫ്ലോ പോണ വാൾവ് ഏതാണ്? ദാറ്റ് ഈസ് നോൺ റിട്ടേൺ വാൾവ്. നോൺ റിട്ടേൺ വാൾവിൽ ഒരു സൈഡിലോട്ട് മാത്രമേ ഫ്ലോ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് ഈസിലി ഒരു മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. സോ ജസ്റ്റ് ഒരു തിയറി, ഈ 3 വാൾവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, അത് അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് ആ ഒരു പോർഷൻസിൽ നിന്ന് 1 or 2 മാർക്സ് ഈസിലി അറ്റൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഈ ഒരു പോർഷൻ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, മറിച്ച് ഈ ഒരു പോർഷന്റെ തിയറി പഠിക്കാനും അതേപോലെ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാനും നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവരെക്കാൾ ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. മറ്റൊന്ന്, which of the following components serves as the purpose of retaining the piston down against the seat in balanced condition in pressure relief valve? So pressure relief valve നമുക്ക് ജനറലി നമ്മൾ ഇതൊരു ക്ലോസ്ഡ് പൊസിഷനിലായിരിക്കും. സോ ഒരു സീറ്റ്, ഒരു വാൾവ് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കും. സോ ഇവിടെ സ്പ്രിംഗ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ സ്പ്രിംഗ് ഫോഴ്സ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു വാൾവ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. സോ ഇവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്പ്രിംഗ് മുകളിലോട്ട് നീങ്ങും. അതുവഴി ഇവിടെ വാൾവ് ഓപ്പൺ ആവും. നമ്മുടെ ഗ്യാസോ അല്ലെങ്കിൽ ലിക്വിഡ് എന്ത് ചെയ്യും, ഈ വാൾവിനകത്തൂടെ പുറത്തോട്ട് റിലീസ് ആയി പോകും. ദെൻ അഗൈൻ പ്രഷർ ലോ ആവുന്ന സമയത്ത് ഈ സ്പ്രിംഗ് ലോഡ് ആവും. ദെൻ അതെന്ത് ചെയ്യും, അവിടെ സീറ്റായി നിൽക്കും. സോ ജനറലി അത് ക്ലോസ്ഡ് പൊസിഷനിലായിരിക്കും ഈ ഒരു പ്രഷർ റിലീഫ് വാൾവ് ഉണ്ടാവുക. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷൻസിൽ, നമുക്ക് ഈ സിലബസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഒരു എക്യുപ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു പാർട്ടിന്റെ യൂസ് ആയിരിക്കും, അത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യണത്, അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ ആയിരിക്കും, അതെങ്ങനെയാണ് വർക്ക് ചെയ്യണത്, അല്ലെങ്കിൽ അത് എങ്ങനെ വർക്ക് ചെയ്യാതിരിക്കാം എന്നതിനെ കുറിച്ചുള്ളതായിരിക്കും. അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാർട്സിനെ കുറിച്ചുള്ള ചോദ്യവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ ഇവിടെ ഹെവി സ്പ്രിംഗ്, അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂ, പപ്പറ്റ്, ലൈറ്റ് സ്പ്രിംഗ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ ഇതിലെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ലൈറ്റ് സ്പ്രിംഗ് ആണ്. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്പ്രിംഗ് ആണ് നമ്മുടെ ഈ വാൾവിനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത്. സോ ജനറലി പ്രഷർ ലോ ആണെങ്കിൽ ഈ സ്പ്രിംഗ് എന്ത് ചെയ്യും, ഇതിനെ കംപ്രസ് ചെയ്ത് ഈ ഒരു വാൾവിൽ സീറ്റിൽ അതിനെ ക്ലോസ്ഡ് പൊസിഷനിലായിരിക്കും. ഇനി പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈ വാൾവ് കംപ്രസ് ആവും, അത് നമ്മുടെ വാൾവ് ഓപ്പൺ ആവുന്ന ഒരു കണ്ടീഷനിലോട്ട് മാറും. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ന്യൂമാറ്റിക് വാൾവ്സുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. സോ ബേസിക് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പാർട്സ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ബേസിക് സീലിംഗ്, അതേപോലെ തന്നെ സ്പ്രിംഗ്, അതേപോലെ തന്നെ ഒരു പപ്പറ്റ്, ദെൻ അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂ. സോ ഇത്രയും മിനിമം കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പാർട്സുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിലീഫ് വാൾവിന്റെ ഫംഗ്ഷൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് മിസലേനിയസ് ടോപ്പിക്സ് ആണ്. ഇത് സിലബസ് ഭയങ്കര വൈഡ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ നമുക്ക് ഒരു 4 to 5 മാർക്സ് നമുക്ക് അതിൽ ചോദിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി ആണ്. നമുക്ക് സമയം പോലെ നമ്മളെ ജസ്റ്റ് ഒരു യാത്രയിലോ മറ്റോ ഒക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് കേൾക്കാനും പഠിക്കാനും സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കുകയാണെങ്കിൽ അറൌണ്ട് 4 to 6 മാർക്സ് നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതിൽ നമ്മൾ നോക്കുന്നത് ഒന്ന് ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ് ആണ്. മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് റിവറ്റിംഗ്, സോൾഡറിംഗ്, ബ്രേസിംഗ്. എപ്പോഴും 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന കാര്യമാണ് ബ്രേസിംഗും സോൾഡറിംഗും എന്താണെന്നുള്ളത്. സോ അത്തരത്തിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് അതിൽ ചോദിക്കുള്ളൂ. സോൾഡറിംഗിന് ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാ, ബ്രേസിംഗിന് ഉപയോഗിക്കുന്ന ഫില്ലിംഗ് മെറ്റീരിയൽ ഏതാ, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. സോ ദെൻ വയർ ഗേജസ്. സോ മറ്റൊന്ന് ഫാസ്റ്റ്നസ്, നമ്മുടെ നെറ്റ്, ബോൾട്ട്, സ്റ്റഡ് സ്ക്രൂസ്, സെറ്റ് സ്ക്രൂസ്, ഇത് നമ്മുടെ ഡിഫറൻസ് എന്താണ്. ഓക്കെ. സോ മറ്റൊന്ന് ത്രെഡഡ് പ്രൊഫൈൽസ് ആണ്. ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് സിലബസിൽ ഇല്ലെങ്കിൽ പോലും ഈ ഒരു പമ്പ് ഓപ്പറേറ്ററുമായി ബന്ധപ്പെട്ട മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കാണാറുണ്ട് നമ്മുടെ സ്ക്വയർ ത്രെഡ്, ആക്മി ത്രെഡ്, അല്ലെങ്കിൽ വി ത്രെഡ്. സോ ഇത്തരത്തിലുള്ള ത്രെഡ് പ്രൊഫൈൽസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ട്, എന്നിരുന്നാലും വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. മറ്റൊന്ന് ലോക്ക് നെറ്റ്സ് ആണ്. സോ കാസിൽ നെറ്റ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മറ്റൊന്ന് ലോക്കിംഗ് ഡിവൈസസ് ആണ്. നമ്മുടെ കീസ്, വാഷേഴ്സ്, സ്പ്ലിറ്റ് പിൻസ്, ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസും ഗ്യാസ്കറ്റ്സിനെ കുറിച്ച് ആ ഒരു പോർഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ
ഈ ഒരു ഭാഗം ഷീറ്റ് മെറ്റൽ അതേപോലെ തന്നെ റിവറ്റിംഗ് ഇത്തരത്തിലുള്ള ഭാഗം അറൌണ്ട് 2 to 3 മാർക്സ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ്നസ് ലോക്ക് നെറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അറൌണ്ട് 2 to 3 മാർക്സ് അവിടെ നിന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻ തന്നെ ഒരു അറൌണ്ട് 6 to 7 hours ഓഫ് ക്ലാസ് ഉണ്ട്. സോ നമ്മുടെ കൂടുതൽ സമയം ഇതിന് ചെലവഴിക്കേണ്ടതില്ല. പക്ഷേ നമ്മൾ ഒരു ഒഴിവ് സമയം കിട്ടുന്ന പോലെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അറൌണ്ട് 4 to 6 മാർക്സ് നമുക്ക് ഈസിലി അറ്റൈൻ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ഇക്വേഷൻസോ ഡെറിവേഷൻസോ ഒന്നുമില്ല, ജസ്റ്റ് ഫാക്ട്സ് മാത്രമാണ്. സോ ആ ഫാക്ട്സ് നമ്മൾ മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, അത് നമ്മൾ ഓർത്തിരിക്കുക, ദെൻ ഈസി ആയിട്ട് നമുക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. സോ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഹാമർ ഈസ് സൂട്ടബിൾ ഫോർ റിവറ്റിംഗ്? സോ ബോൾ പീൻ ഹാമർ, ക്രോസ് പീൻ ഹാമർ, സ്ട്രെയിറ്റ് പീൻ ഹാമർ, ക്ലോ ഹാമർ. ഓക്കെ, സോ ക്രോസ് പിൻ ഹാമർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഹാമറിന്റെ ഈ എഡ്ജ് എന്ന് പറയുന്നത് ഈ ഒരു ഹാൻഡിലിനെ ക്രോസ് ആയിട്ടായിരിക്കും, ഇവിടെ ആവുന്ന സമയത്ത് അത് പാരലൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ അത്തരത്തിലുള്ള സിമ്പിൾ ഡിഫറൻസ് മാത്രമേ ഇത് തമ്മിലുള്ളൂ. പക്ഷേ ഇവിടെ ഒരു ആൻസർ എന്ന് പറയുന്നത് ബോൾ പീൻ ഹാമർ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊരു ചെറിയ ഉണ്ടാകും. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് കണ്ടിട്ടുണ്ട്. സോ കൂടുതൽ സമയം ഇതിന് ചെലവഴിക്കേണ്ടതില്ല, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോപ്പിക്ക് സമയത്തിനനുസരിച്ച് കവർ ചെയ്ത് പോയാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ്. സോ നമ്മൾ ഒരു 45 day സ്റ്റഡി പ്ലാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ 75 days ആണ് പറഞ്ഞത്, അതിൽ 45 day എന്ന് പറയുന്നത് നമ്മുടെ തിയറി സ്റ്റഡി പ്ലാൻ ആണ്, 30 days എന്ന് പറയുന്നത് നമ്മുടെ റിവിഷൻ പ്ലാൻ ആണ്. സോ ഡെയിലി ഒരു വീഡിയോ നമ്മൾ വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മാക്സിമം 1 to 1.5 hours നമുക്ക് ഉണ്ടാവുള്ളൂ. സോ ആ വീഡിയോയിൽ തന്നെ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു 10 to 15 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ വീഡിയോസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്കൊരു ഒരു ടോപ്പിക്കും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഒരു 1 hour 1.5 hour ചെലവഴിച്ചാൽ തന്നെ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുക എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സിലബസ് ഒരു 45 days നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. സോ നമ്മുടെ ഒരു ഫസ്റ്റ് 1 to 12 days എന്ന് പറയുന്നത് പമ്പ്സ് ആൻഡ് ഫ്ലൂയിഡ് വാൾവ്സ് ആണ്. സോ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നതും എളുപ്പത്തിൽ മനസ്സിലാവുന്നതും നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പമ്പ്സ് ആൻഡ് ഫ്ലൂയിഡ് വാൾവ്സ് ആണ്. സോ ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സാമിൽ നിങ്ങൾ വളരെ പിന്നോട്ട് പോകും. കാരണം ഇതാണ് ഇതിന്റെ കോർ ടോപ്പിക്സ് അല്ലെങ്കിൽ കോർ ഇൻട്രസ്റ്റഡ് ഏരിയ എന്ന് പറയുന്നത്. സോ ഇവിടെ രണ്ടാമതൊരു സെഷൻ അല്ലെങ്കിൽ ഒരു 13 to 22 days എന്ന് പറയുന്നത് IC എഞ്ചിൻസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് പഠനമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മൂന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് പവർ ട്രാൻസ്മിഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രയോറിറ്റി ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. ദെൻ ഡേയ്സ് 30 to 38 ഈസ് ന്യൂമാറ്റിക്സിലെ ഡയറക്ഷൻ കൺട്രോൾ വാൾവ്സ്, പ്രഷർ റിലീഫ് വാൾവ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാം. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ലാസ്റ്റ് മിസലേനിയസ് ആണ്. സോ ഇതിലും നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ സിലബസിൽ കുറഞ്ഞ വെയിറ്റേജ് ഉള്ളൂ, അല്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉള്ളൂ എന്നതുകൊണ്ട് ആ പോർഷൻസ് ഒന്നും നമ്മൾ സ്കിപ്പ് ചെയ്യുന്നില്ല. സിലബസിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആ വീഡിയോസും ഡീറ്റെയിൽഡ് ആയിട്ട് അവൈലബിൾ ആണ്. അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ അതിനൊരു ലീസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. സോ നമ്മളൊരു ഡീറ്റെയിൽഡ് പ്ലാൻ നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങൾ ഡീറ്റെയിൽഡ് പ്ലാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പമ്പ് ആൻഡ് ഫ്ലൂയിഡ് വാൾവ്സിൽ വരുന്ന ആദ്യത്തെ നല്ല പമ്പ് ബേസിക്സ് ആണ്. സോ പമ്പ് എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ അതിനെ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ പമ്പിന് 2 പാർട്ട് കൊടുത്തിട്ടുണ്ട്. സെൻട്രിഫ്യൂഗൽ പമ്പ് പാർട്ട് 1, സെൻട്രിഫ്യൂഗൽ പമ്പ് പാർട്ട് 2. അതേപോലെ തന്നെ പമ്പ് പ്രൈമിങ്ങിനെ കുറിച്ചുള്ളൊരു ഡിസ്കഷൻ, അതേപോലെ റോട്ടറി പമ്പിനെ കുറിച്ചുള്ള ക്ലാസ് ഉണ്ട്. ഫ്ലൂയിഡ് വാൾവ്സ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, പൈപ്പ് ഫിറ്റിംഗ്സിനെ കുറിച്ചൊരു വീഡിയോ ഉണ്ട്. ടർബൈൻ പമ്പ്, അതേപോലെ തന്നെ സബ്മേഴ്സിബിൾ പമ്പ്. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പമ്പ്സ് എല്ലാം ഇവിടെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലൂയിഡ് വാൾവ്സും പൈപ്പ് ഫിറ്റിംഗ്സും ഇതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. സോ നമ്മുടെ ഈ ഒന്നാമത്തെ ടോപ്പിക്കിലെ, നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ രണ്ടാമത്തെ ഒരു ടോപ്പിക് അല്ലെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് IC എഞ്ചിൻസ് ആയിരുന്നു. സോ ബേസിക്സ് ആൻഡ് ടെർമിനോളജീസ് നമുക്ക് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ CI വേഴ്സസ് SI എഞ്ചിൻസ്, 2 സ്ട്രോക്ക് വേഴ്സസ് 4 സ്ട്രോക്ക് എഞ്ചിൻസ്, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, തെർമോഡൈനാമിക് സൈക്കിൾ. സോ ഇതെല്ലാം നമ്മളൊരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൽ നിന്ന് തന്നെ അറൌണ്ട് 4 to 5 മാർക്സ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ലൂബ്രിക്കേഷൻ സിസ്റ്റം ആണ്. സോ എഞ്ചിൻ ലൂബ്രിക്കേഷൻ സിസ്റ്റം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഞ്ചിൻ ലൂബ്രിക്കേഷൻ സിസ്റ്റം, അതിന്റെ പാർട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം സിലബസിൽ ഇല്ലെങ്കിലും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ
അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതുകൊണ്ട് ആ പോർഷൻ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടില്ല. മറ്റൊന്ന് ഫ്യൂവൽ സിസ്റ്റം ആണ്. സോ എഞ്ചിൻ ഫ്യൂവൽ സിസ്റ്റം പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്. സോ അതിൽ നമ്മൾ ബേസിക്കലി പെട്രോൾ ഫ്യൂവൽ സിസ്റ്റത്തിലെ കാർബറേറ്റർ, അതേപോലെ തന്നെ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം, ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം, അതേപോലെ തന്നെ നമ്മുടെ ഡീസൽ ഫ്യൂവൽ സിസ്റ്റത്തിലോട്ട് വരുന്ന സമയത്ത് അവിടെ ഇഞ്ചക്ടേഴ്സ് ഉണ്ട്, ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് ഉണ്ട്, ലിഫ്റ്റ് പമ്പ് ഉണ്ട്. സോ ആ ഡിഫറെന്റ് പമ്പ്സും അതേപോലെ തന്നെ CRD എഞ്ചിൻസ്, HEUI സിസ്റ്റംസ്, അതേപോലെ തന്നെ നമ്മുടെ മെക്കാനിക്കൽ പമ്പ് സിസ്റ്റംസ്. സോ അത്തരത്തിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടോപ്പിക് ഒന്ന് ചോദിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സിസ്റ്റത്തെ കുറിച്ച്, കൂളിംഗ് സിസ്റ്റത്തെ കുറിച്ചോ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചോ ഫ്യൂൽ സിസ്റ്റത്തെ കുറിച്ചോ ഒരു കംപ്ലീറ്റ് ധാരണ ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാർക്ക് ഈസിലി മിസ് ആവും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് മെയിൻ്റനൻസ്, ബാലൻസിങ് ഓഫ് ഓട്ടോസ്, പെയേഴ്സ് ആൻഡ് സ്റ്റോഴ്സ്, മിസലേനിയസ് ടോപ്പിക്സ് ആണ് ഞാൻ പറഞ്ഞു. ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിലെ അല്ലെങ്കിൽ 12th മൊഡ്യൂളിലെ വളരെ ചെറിയൊരു പോർഷൻ ആണ്. സോ അതും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എനി ഹൗ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലോ നമുക്ക് ആ ഒരു മാർക്ക് 1 or മാക്സിമം ഒരു മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ, ആ ഒരു മാർക്ക് നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു സെക്ഷൻ നമ്മൾ പറഞ്ഞ നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ നോക്കുകയാണെങ്കിൽ ബെൽറ്റ് ആൻഡ് പുള്ളീസ്. സോ ഇതിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബെൽറ്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പുള്ളീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അസംബ്ലി ആൻഡ് ഡിസസംബ്ലി ഓഫ് പുള്ളീസ്, ഇതും അങ്ങനെ ആരും അധികം ഡിസ്കസ് ചെയ്യാറില്ല. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതൊരു ക്ലാസ് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രഷർ മെഷർമെന്റ്. സോ അത് പാർട്ട് 1 പാർട്ട് 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രഷർ മെഷർമെന്റ്, അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിവൈസസ്. സോ ഇതെല്ലാമാണ് ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത്. ദെൻ ടെമ്പറേച്ചർ മെഷർമെന്റ്, അതിന്റെ ബേസിക്സ്, അതിന്റെ ഡിഫറെന്റ് യൂണിറ്റ്സ്, അതേപോലെ തന്നെ അതിന്റെ ഡിഫറെന്റ് ഡിവൈസസ്. സോ ഇതെല്ലാമാണ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാണാനുള്ള വീഡിയോസ് എന്ന് പറയുന്നത്. സോ മറ്റൊരു സെക്ഷൻ എന്നുള്ളത് നമ്മുടെ ന്യൂമാറ്റിക്സ് ആയിരുന്നു. അതിൽ തന്നെ പ്രധാനമായിട്ടുള്ളത് FRL യൂണിറ്റും എയർ കംപ്രസേഴ്സ് ആണ്. അതാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡയറക്ഷൻ കൺട്രോൾ വാൾവ്സ്, നോൺ റിട്ടേൺ വാൾവ്സ്, പ്രഷർ റിലീഫ് വാൾവ്, ഫ്ലോ കൺട്രോൾ വാൾവ്. സോ ഇതെല്ലാം ചെറിയ ചെറിയ ടോപ്പിക്കാണ്. നമുക്ക് ഒരു ക്ലാസ് കേട്ടാൽ തന്നെ അല്ലെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ്. സോ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ ക്ലാസ് നിങ്ങൾ നിർബന്ധമായിട്ടും കേൾക്കാനും അത് പഠിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ അറൌണ്ട് 4 to 5-6 മാർക്സ് നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ മറ്റൊരു ടോപ്പിക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിലബസ് ഭയങ്കര വലുതാണ്, പക്ഷെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വളരെ കുറവാണ്. സോ അത്തരത്തിലുള്ള ടോപ്പിക്സ് ആണ് നമ്മുടെ ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ്, റിവറ്റിംഗ്, സോൾഡറിംഗ്, ബ്രേസിംഗ്, വയർ ഗേജസ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം 1 to 6 പാർട്ട്, അറൌണ്ട് 6 hours ഓഫ് വീഡിയോ അതിനുവേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം പോലെ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ആ വീഡിയോ മൊത്തം കണ്ടാൽ തന്നെ അതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന് ഫാസ്റ്റ്നസ് ആണ്. ബോൾസ് ഉണ്ട്, സ്റ്റഡ് ഉണ്ട്, സെറ്റ് സ്ക്രൂ ഉണ്ട്. ഇത് മൂന്നും ചില ആളുകൾക്ക് ഒരേപോലെ ആയിരിക്കും, പക്ഷെ ഇതിന് മൂന്നിനും ഡിഫറൻസ് ഉണ്ട്, ഡിഫറെന്റ് ആപ്ലിക്കേഷൻ ഉണ്ട്. സോ അത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പോർഷനാണ് ഫാസ്റ്റ്നസ് എന്ന് പറയുന്നത്. ത്രെഡഡ് പ്രൊഫൈൽ, ദെൻ ത്രെഡഡ് പ്രൊഫൈൽസിനെ കുറിച്ച് ക്ലാസ് ഉണ്ട്. അതായത് സ്ക്വയർ ത്രെഡ് എന്താണ്, ആക്മി ത്രെഡ് എന്താണ്, വി ത്രെഡ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ലോക്ക് നെറ്റ്, ലോക്കിംഗ് ഡിവൈസസ്, നമ്മൾ കാസിൽ നെറ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി സാധിക്കും. സ്പ്ലിറ്റ് പിൻസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി സാധിക്കും. സോ അതാണ് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. മറ്റൊന്ന് ലാസ്റ്റ് ഗ്യാസ്കറ്റ്സിനെ കുറിച്ചാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്യാസ്കറ്റ്സ്, അതിന്റെ മെറ്റീരിയൽസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. സോ ഇതാണ് നമ്മുടെ ഒരു മിസലേനിയസ് ടോപ്പിക്കുള്ളത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് വീഡിയോ ഇതിലുണ്ട്, പക്ഷെ നിങ്ങൾ ടെൻഷൻ ആവേണ്ട, കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങൾ ടൈം പോലെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഇരുന്ന് കണ്ടാൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റിലെ ഏറ്റവും അവസാനത്തായിരിക്കണം ഈ ഒരു മിസലേനിയസ് ടോപ്പിക് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മളൊരു 45 days പ്ലാൻ എന്ന് പറയുന്നത്, നമ്മുടെ തിയറി സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. സോ മറ്റൊരു വീഡിയോയിൽ 30 ദിവസത്തെ റിവിഷൻ പ്ലാനുമായി നമുക്ക് വീണ്ടും കാണാം.